വെൽക്കം ടു എഡ്ജ് വാലറ്റ്. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ പഠിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 3ഉം 4ഉം നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് മുതൽ 4 യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് തൊട്ട് 4ാമത്തെ യൂണിറ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ട്. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിൽ നിന്നാണ്. ആദ്യത്തെ യൂണിറ്റ് നോക്കണ്ട എന്നല്ല, പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിലെ പല പാഠങ്ങളും അറിയില്ല, ഇതിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ അറിയില്ല എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ തലേ ദിവസം ഇരുന്ന് ഒരുപാട് വലിയ വലിയ പാരഗ്രാഫ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് പഠിക്കാം. അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഫോർമാറ്റുകൾ, പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. കംപ്ലീറ്റ് വീഡിയോയിൽ നമുക്ക് 3ാമത്തെ 4ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒപ്പം പഠിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുമ്പോൾ മനസ്സിൽ ഓർക്കുക, അത് നന്നായിട്ട് ആ പോയിന്റ് നന്നായിട്ട് വേണമെങ്കിൽ വളരെ ഷോർട്ടായിട്ടൊന്ന് എഴുതി വെച്ചോ. ആ പോയിന്റ് വിട്ട് കളയരുത്. ഇത് ദീക്ഷ എന്ന് പറയുന്ന ഒരു ബുക്കാണ്, നമ്മൾ സെയിൽ ചെയ്യുന്ന ബുക്കാണ്. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് വളരെ ഷോർട്ടായിട്ട് എല്ലാ പോയിന്റ്സും വളരെ ഷോർട്ടായിട്ട് കൊടുക്കുന്ന ഒരു ബുക്കാണ്, നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെയും +2 ക്രാഷ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിസംബർ 31 മുതൽ +1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എഡ്ജ് വാലറ്റിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് ഉണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ. ഫെബ്രുവരിയിൽ മോഡൽ എക്സാം ആണ്. അപ്പോൾ അതിന് മുമ്പ് എല്ലാം പഠിച്ച് തീർക്കണം. ബേസ് തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും +1 ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് വേണം, +2 റിവിഷൻ ബാച്ച് വേണം, അല്ലെങ്കിൽ ഒരു ക്രാഷ് ബാച്ച് വേണം എന്നുള്ളവർക്കൊക്കെ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ 9746230801 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. +1ഉം +2ൻ്റെയും പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഒരു 30 ദിവസം കൊണ്ട് എല്ലാം പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണിത് കേട്ടോ. അതുപോലെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ 7907664613 എന്ന് പറയുന്ന നമ്പറിലേക്കും വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ക്ലാസ്സിൻ്റെ ഫീസും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തു. ഇനി നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. നമ്മൾ ആദ്യത്തെ യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് 3 വീൽഡ് റെവല്യൂഷൻ. നിങ്ങളൊന്ന് കൂളായിട്ട് ഇരിക്കുക. കുറേ പാഠങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് പഠിക്കാൻ പോവാണ്. അപ്പം അതിനൊരു മനസ്സ് വേണം അല്ലേ. വളരെ കൂളായിട്ട് ശാന്തമായിട്ട് ഇരുന്ന് ഓരോ പോയിന്റ് പറഞ്ഞ് ശ്രദ്ധിക്കുക, അത് ഓർത്ത് വയ്ക്കുക. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇർഫാൻ അലാമിനായിട്ടൊരു ഇൻ്റർവ്യൂ ആണ്. ആരാണ് ഇർഫാൻ അലാം, അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു ബ്രീഫായിട്ടൊരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇർഫാൻ അലാമിന് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നു, ഇർഫാൻ അലാമിനെ വെൽക്കം ചെയ്തിട്ടൊരു സ്പീച്ച് ചെയ്തു, അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇർഫാൻ അലാം ഒരു സോഷ്യൽ ഓൺട്രപ്രണർ ആണ്. സോഷ്യൽ ഓൺട്രപ്രണറിൻ്റെ പ്രത്യേകത എന്താണ്, ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ സമൂഹത്തിൽ വേണോ, അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി നോക്കാം. 3 വീൽഡ് റെവല്യൂഷൻ. ഇർഫാൻ അലാം വാസ് വെൽ നോൺ സോഷ്യൽ ഓൺട്രപ്രണർ ആണ് ഇർഫാൻ അലാം. ഈ പോയിന്റ് മറക്കരുത്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സമാൻ ഫൗണ്ടേഷൻ. സമാൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഇദ്ദേഹം തുടങ്ങി. സമാൻ വാസ് ഫൗണ്ടഡ് ഫോർ ദ എംപവർമെന്റ് ഓഫ് റിക്ഷാ പുള്ളേഴ്സ്. എന്താണ് സമാൻ ഫൗണ്ടേഷൻ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ ദ എംപവർമെന്റ് ഓഫ് റിക്ഷാ പുള്ളേഴ്സ്. ഈ വാക്ക് ഓർത്ത് വയ്ക്കുക. റിക്ഷാ പുള്ളേഴ്സ് ഒന്ന് മുന്നിലേക്ക് വരാൻ അവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനാണ് സമാൻ ഫൗണ്ടേഷൻ. ഹി ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഫ്രം ഹിസ് ഏർലി ചൈൽഡ്ഹുഡ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഓൺട്രപ്രണർ ആവണം, ഒരു സംരംഭകനാകണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഇർഫാൻ അലാം അറ്റൻഡഡ് എ TV ഷോ കോൾഡ് ബിസിനസ് ബാസിഗർ ആൻഡ് വോൺ ഫസ്റ്റ് പ്രൈസ്. അദ്ദേഹം ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ TV ഷോയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രൈസ് കിട്ടി. ഹിസ് ഐഡിയ വാസ് ടു റെക്കഗ്നൈസ് റിക്ഷാ സെക്ടേഴ്സ് ഇൻ അവർ കൺട്രി. ഇദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ കാരണം എന്തായിരുന്നു? റിക്ഷാ സെക്ടർ, നമ്മുടെ രാജ്യത്തിലെ റിക്ഷാ സെക്ടേഴ്സിനെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരിക, അവരെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹി വാണ്ട്സ് ടു റീഡിസൈൻ റിക്ഷാ സെക്ടർ ആൻഡ് ടു മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. അദ്ദേഹത്തിന് റിക്ഷാ സെക്ടർ ഒന്ന് റീഡിസൈൻ ചെയ്തു, അദ്ദേഹം അവരെ പ്രോഫിറ്റബിൾ വെഞ്ചർ ആക്കി മാറ്റി.
അതൊന്ന് പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സാക്കി അദ്ദേഹം മാറ്റി. റിക്ഷ പുള്ളേഴ്സ് ക്യാൻ മേക്ക് പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് പ്രൊഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പർ. ഇദ്ദേഹം കൊടുത്തൊരു ഐഡിയ ഇതാണ്, എല്ലാ റിക്ഷ പുള്ളേഴ്സിനും ഒന്ന് വരുമാനം കൂട്ടുക, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് റിക്ഷയുടെ ഉള്ളിൽ തന്നെ വാട്ടർ, ന്യൂസ് പേപ്പർ, ബിസ്ക്കറ്റ്സ് അതൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഐഡിയ ഇദ്ദേഹത്തിനാണ് വന്നത്. അഡീഷണൽ റവന്യൂ ക്യാൻ ബി മെയ്ഡ് ത്രൂ അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. ഇത് കൂടാതെ അദ്ദേഹം കുറച്ചും കൂടി റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി അവരോട് അഡ്വർടൈസിങ് തുടങ്ങാൻ പറഞ്ഞു. അതായത് പരസ്യങ്ങളൊക്കെ പതിപ്പിക്കുക, ഓരോ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുക, ഇതൊക്കെ റിക്ഷ പുള്ളേഴ്സിനോട് ചെയ്യാൻ പറഞ്ഞു. അതിൽ കൂടെ ഒരുപാട് റിക്ഷ പുള്ളേഴ്സ് ഓർഗനൈസ്ഡ് ആയി, അവർക്ക് പ്രോഫിറ്റ് കിട്ടി, അവരുടെ ലൈഫ് ഒന്ന് ബെറ്റർ ആയി. So Saman was officially founded in 2007. Later it turned to a social venture. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അത് ഡെവലപ്മെന്റ് ഉണ്ടാക്കി. അപ്പോൾ എന്താണ്, ഇർഫാൻ അലം ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആണ്. സമാൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. It is for empowerment of rickshaw pullers. He redesigned rickshaw pullers. Rickshaw pullers-നെ റീഡിസൈൻ ചെയ്തു. അതിലെങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇർഫാൻ അലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം വന്നു, അല്ലെങ്കിൽ 3 വീൽഡ് റെവല്യൂഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ എഴുതാം. ഇനിയിപ്പോൾ ഇർഫാൻ അലാം നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നു, അപ്പോൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അദ്ദേഹത്തിന് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഓർഗനൈസ് ചെയ്തു, അദ്ദേഹം റീഡിസൈൻ ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇർഫാൻ അലാമിനെ കുറിച്ച് ഈ ഒരു പോയിന്റ്സുകൾ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സമാൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷനെ കുറിച്ച് വല്ലതും ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന്റെ സമാൻ ഫൗണ്ടേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സമാൻ ഫൗണ്ടേഷൻ എന്തിനായിരുന്നു? ടു എംപവർ റിക്ഷ പുള്ളിംഗ് സെക്ടർ. റിക്ഷ പുള്ളിംഗ് സെക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. എംപവർ ചെയ്യുക, റീഡിസൈൻ ചെയ്യുക, അവരെ ഓർഗനൈസ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ടു ഇംപ്രൂവ് ദെയർ ലൈവ്ലിഹുഡ്, ടു ബ്രിങ് ദ മാർജിനലൈസ് ടു മെയിൻ സ്ട്രീം. അവരെ ലൈഫ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റപ്പെട്ട, നമ്മുടെ സമൂഹത്തിലെ വളരെ താഴ്ന്ന രീതിയിൽ അവരെ സമൂഹത്തിൽ ആരും അംഗീകരിക്കാതെ വളരെ എല്ലാത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, അവരെ വരുമാനം കൂട്ടുക, ബെറ്റർ ആക്കുക എന്നതാണ് ഉദ്ദേശം. When Rickshaw Puller joined Saman, he was given training on basic etiquette and traffic rules. സമാൻ ഫൗണ്ടേഷനിലേക്ക് ആരൊക്കെ വന്നോ അവർക്ക് അദ്ദേഹം ട്രെയിനിങ് കൊടുത്തു, ട്രാഫിക് റൂൾസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. സമാൻ ഹെൽപ്പ് ദ റിക്ഷ പുള്ളേഴ്സ് ടു ഗെറ്റ് ബാങ്ക് ലോൺസ് എടുത്തു കൊടുത്തു അദ്ദേഹം. ഹി പ്രൊവൈഡഡ് ID കാർഡ്, യൂണിഫോം, ഇൻഷുറൻസ്. ഇറ്റ് ഹെൽപ്പ് ദ റിക്ഷ പുള്ളേഴ്സ് ടു ഇൻക്രീസ് ദെയർ ഓവറോൾ റവന്യൂ. എല്ലാവരുടെയും വരുമാനം ഇൻക്രീസ് ചെയ്തു. റവന്യൂസ് ഓഫ് റിക്ഷ പുള്ളേഴ്സ് ഇൻക്രീസ്ഡ് അപ് ടു 30-40%. സമാൻ ക്രിയേറ്റഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ടു ദ റിക്ഷ പുള്ളേഴ്സ്. ഇതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ്. ഇദ്ദേഹം ചെയ്ത ഈ ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആണ് അദ്ദേഹം. സമൂഹത്തിലെ ആൾക്കാർക്ക് പുരോഗതിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല. അപ്പൊ അതിൽ കൂടെ എന്തൊക്കെയാണ് കിട്ടിയത്? റിക്ഷ പുള്ളേഴ്സിന് ലോൺസ് കിട്ടി, ID കാർഡ്സ്, യൂണിഫോം, ഇൻഷുറൻസ് കിട്ടുന്നു, അവർക്ക് ഓവറോൾ റവന്യൂ ഇൻക്രീസ് ചെയ്തു, അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് കിട്ടി, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു വണ്ടി, അതിൽ നിന്ന് വരുമാനം, അങ്ങനെ അവർക്കൊരു കോൺഫിഡൻസ് അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റി. സമാൻ ഗേവ് ഡിഗ്നിറ്റി ടു ദ ലൈഫ് ഓഫ് റിക്ഷ. ഒരു അഭിമാനം, എല്ലാ റിക്ഷ പുള്ളേഴ്സിനും ഒരു ജീവിതത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. സോ അക്കോർഡിംഗ് ടു ഇർഫാൻ അലം, ഓൺടർപ്രണർഷിപ്പ് ടാക്കിൾസ് അൺഎംപ്ലോയ്മെന്റ്. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറും ബിസിനസ് മാത്രമല്ല, ഒരു പ്രോഫിറ്റ് മാത്രമല്ല ഉദ്ദേശിച്ചത്, അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. സോ ഹി അഡ്വൈസസ് യൂത്ത് ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഓൺടർപ്രണർഷിപ്പ് ആസ് എ കരിയർ. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് നിങ്ങളൊരു കരിയർ ആയിട്ട് എടുക്കണം, നിങ്ങൾ മുന്നോട്ട് വരണം, അൺഎംപ്ലോയ്മെന്റ് മാറ്റണം, എല്ലാവർക്കും ജോലി കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ സോഷ്യൽ ഇതൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഒരിക്കൽ വന്നതാണ്. സോഷ്യൽ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇർഫാൻ അലം, ഷഹീൻ മിസ്ട്രി, ഇവർ രണ്ടാളെ കമ്പയർ ചെയ്തിട്ട് എഴുതാനൊക്കെ ഒരു ചോദ്യം വന്നിരുന്നു. ഓൺടർപ്രണർഷിപ്പ് നമ്മുടെ സമൂഹത്തിൽ വേണോ, ഓൺടർപ്രണർ ആവാൻ എന്തൊക്കെ വേണം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എസ്സേ പോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ അറിഞ്ഞു വയ്ക്കുക, സോഷ്യൽ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ഇസ് വൺ ഹു ഐഡന്റിഫൈസ് an opportunity and puts in conscious efforts to make it an enterprises. എല്ലാ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ എഫേർട്ട് എടുത്ത് അതൊരു എന്റർപ്രൈസ് ആക്കി മാറ്റുന്ന ആളാണ് സോഷ്യൽ ഓൺടർപ്രണർ. ഹി ഓർ ഷീ, ആ സോഷ്യൽ ഓൺടർപ്രണർ എന്ത് ചെയ്യണം? ഷുഡ് ഐഡന്റിഫൈസ്
എല്ലാ വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കണം, എഫേർട്ട് എടുത്ത് മുന്നിലേക്ക് വരണം. ഹി ഡ്രീം ബിഗ് ആൻഡ് ടേക്സ് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ്. ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും, ഒരുപാട് സ്വപ്നങ്ങൾ കാണേണ്ടി വരും. So the scope and importance of social entrepreneurship is increasing in countries like India year by year. ഇന്ത്യയിലൊക്കെ സോഷ്യൽ ഓൺടർപ്രണേഴ്സ് വരണം. പ്രോഫിറ്റ് മാത്രം, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഓൺടർപ്രണേഴ്സ് അല്ല നമുക്ക് വേണ്ടത്, സോഷ്യൽ ഓൺടർപ്രണേഴ്സ് വേണം. ഇറ്റ് ഈസ് നോബിൾ ആസ് ഇറ്റ് ബ്ലെൻഡ് ബിസിനസ്, സോഷ്യൽ സർവീസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ സോഷ്യൽ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് തന്നെയാണ്, അതിൻ്റെ കൂടെ സോഷ്യൽ സർവീസാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻസ് ഇതെല്ലാം കൊണ്ടുവരണം ടു ബ്രിങ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു ഡെവലപ്മെൻറ്റ് വേണം, സമൂഹത്തിൽ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണം, സമൂഹം ഡെവലപ്ഡ് ആവണം. അതിന് റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് സോഷ്യൽ ഓൺടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇർഫാൻ അലാമിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമാൻ ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോളൂ. വെരിഫിക്കേഷൻ, അദ്ദേഹം ട്രെയിനിങ് കൊടുത്തു, അദ്ദേഹം വെരിഫിക്കേഷൻ കൊടുത്തു റിക്ഷ പുള്ളേഴ്സിന്. വെരിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടെ അദ്ദേഹം കടത്തിവിട്ട്, അതുപോലെ തന്നെ ലോൺസ് ആക്സസ് ചെയ്യാൻ പറ്റി. റിക്ഷ പുള്ളേഴ്സ് ദ ഗെറ്റ് ലോൺസ് ഫ്രം ദ ബാങ്ക്. ഓണർഷിപ്പ് കൊടുത്തു, അവർക്ക് റിക്ഷയിൽ ഓണർഷിപ്പ് കൊടുത്തു. ആൻഡ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, അഡീഷണൽ റവന്യൂസ് കൊടുത്തു, എഡ്യൂക്കേഷൻസ് കൊടുത്തു. അവിടെയുള്ള പുള്ളേഴ്സിന് അല്ലെങ്കിൽ റിക്ഷ പുള്ളേഴ്സിൻ്റെ ഫാമിലിക്ക് അതിൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷൻസ്, കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻസ് കൊടുത്തു എന്നൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇർഫാൻ അലാമിനെ കുറിച്ച്. ഇതേപോലുള്ള മറ്റൊരു ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണാലിറ്റിയാണ് ഷഹീൻ മിസ്ട്രി. അതാണ് ദീദി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതേപോലെ സമൂഹത്തിലെ പോസിറ്റീവ് ചേഞ്ച് വരണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്ത ഒരു ലേഡിയാണ് ഷഹീൻ മിസ്ട്രി. ഇത് രണ്ടാളെ കുറിച്ചിട്ടും പരീക്ഷയ്ക്ക് കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഷഹീൻ മിസ്ട്രി, ഇർഫാൻ അലാം. ഇനി ഇപ്പോൾ അടുത്തത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ രണ്ടാമത്തെ ചാപ്റ്റർ ദീദി, ഷഹീൻ മിസ്ട്രി ആണ്. ദീദി ഈസ് ദ സ്റ്റോറി ഓഫ് ഷഹീൻ മിസ്ട്രി. ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്ന ഒരു ലേഡിനെ കുറിച്ചിട്ടാണ്. ഇതൊരു കഥയല്ല, ആക്ച്വലി നടന്നതാണ്. ഇതൊരു സ്റ്റോറി ഓഫ് ഷഹീൻ മിസ്ട്രി. ഷഹീൻ മിസ്ട്രിയുടെ ലൈഫാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ഷീ ഐഡന്റിഫൈ ഹെർ മിഷൻ ഓഫ് ലൈഫ്. ഷഹീൻ മിസ്ട്രിയുടെ മിഷൻ എന്ന് പറയുന്നത് ഷീ ഐഡന്റിഫൈ, അവൾ കണ്ടുപിടിച്ചു. അതെന്തായിരുന്നു? സോഷ്യൽ സർവീസ് ആണ്. ഡ്യൂറിങ് ഹെർ ചൈൽഡ്ഹുഡ് ആ ഒരു ഷഹീൻ മിസ്ട്രി എങ്ങനെയാണ് തൻ്റെ മിഷൻ, ലൈഫിൻ്റെ ലക്ഷ്യം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. During her childhood, she spent her summer vacation in the orphanage in Jakarta and at the Happy Home and School for Blind in Mumbai. സമ്മർ വെക്കേഷനിലൊക്കെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരാറുണ്ട്. ഓർഫനേജുകൾ, കുട്ടികളുടെ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരുടെ ഹാപ്പി ഹോംസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരാറുണ്ട്. ഷീ റിയലൈസ് ദാറ്റ് ലൈഫ് വുഡ് ബി മോർ മീനിങ് ഫുൾ ഇഫ് ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ. അപ്പം അങ്ങനെ ഇന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്തപ്പോഴാണ് ഷീ ഐഡൻറ്റിഫൈസ് ദാറ്റ് ഇഫ് ഷീ ബിക്കം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മീനിങ് ഫുൾ ആണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ സഹായം വേണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നു. സോ ലൈഫ് ഒന്ന് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ താമസിക്കുകയാണ് പിന്നീട്. ഷീ കുഡ് ഫൈൻഡ് ഗ്രേറ്റ് സെൻസ് ഓഫ് ഇനിക്വിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ തുല്യതയില്ല. പല ആൾക്കാരും നല്ല ലൈഫായിട്ട് ജീവിക്കുന്നു, പല ആൾക്കാർക്കും ഒട്ടും ഭക്ഷണം പോലും കിട്ടുന്നില്ല. അങ്ങനെ ഇൻഇക്വിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഷി മെറ്റ് മെനി പുവർ ചിൽഡ്രൻ ഇൻ സ്ലംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെരുവുകളിൽ, സ്ലം എന്ന് പറഞ്ഞ തെരുവാണ്, കുറേ കുട്ടികൾ അവൾ കാണുന്നു. മെനി വർ ഡിനീഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പോലും അവർക്ക് കിട്ടുന്നില്ല. ഷീ വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾ മനസ്സിലാക്കുന്നു. With the permission from her parents, she stayed in India. She took admission St. Xavier's College. St. Xavier കോളേജിൽ പഠിക്കുന്നു, ഇന്ത്യയിൽ താമസിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. After the class, she walked around the slums in Mumbai to know more about India. ഇന്ത്യനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മുംബൈയിലെ എല്ലാ തെരുവുകളിലേക്കും അവൾ നടക്കുന്നു. She wanted to take care of the poor children and educate them. അവൾ ആഗ്രഹം പാവപ്പെട്ട കുട്ടികളാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. സോ ഷി ഫൗണ്ട് ദ സിസ്റ്റം കോൾഡ് അഗാൻഷ ടു എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി അഗാൻഷ, മറ്റേത് സമാനാണ്, ഇത് അഗാൻഷ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം വോളണ്ടിയേഴ്സ് ഷീ ടോട്ട് ദ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. ബേസിക് ഇംഗ്ലീഷും മാത്സും ആണ് ആദ്യം പഠിപ്പിച്ചത്. ഷീ ഓൾസോ പ്രൊവൈഡ്സ് ദം വാല്യൂ, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്.
നമ്മുടെ ലൈഫിൽ വേണ്ട വാല്യൂസ്, കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കാം അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു. സോ ഇതാണ് ഷെഹിൻ മിസ്ട്രിയുടെ ലൈഫ് എന്ന് പറയുന്നത്. ഷീ വർക്ക്സ് ഫോർ ദ പുവറസ്റ്റ് ഓഫ് പുവർ ചിൽഡ്രൻ. ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൈറ്റ് എ ബ്ലോഗ് ഓൺ ദ ടീച്ച് ഇന്ത്യ മൂവ്മെൻറ്റ് ഓഫ് ഷെഹീൻ മിസ്ട്രി. ഷെഹീൻ മിസ്ട്രി ഒരു മൂവ്മെൻ്റ് ആണ്, ടീച്ച് ഇന്ത്യ അല്ലെങ്കിൽ ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്. അതായത് അഗാൻഷയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബ്ലോഗ് എഴുതാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ചിലപ്പോൾ ഇർഫാൻ അലാമിനെ കുറിച്ചിട്ടാവാം, ചിലപ്പോൾ അഗാൻഷയെ കുറിച്ചിട്ടാവാം, അതല്ലെങ്കിൽ ഷെഹീൻ മിസ്ട്രീനെ കുറിച്ചിട്ടാവാം. അപ്പം ഇങ്ങനൊരു ചോദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഷെഹീൻ മിസ്ട്രീനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ, ദീദി എന്നാണ് പടത്തിൻ്റെ പേര്, ഇതിൽ ഷെഹീൻ മിസ്ട്രീനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. അപ്പോൾ ഈ ബ്ലോഗ് നമുക്ക് നോക്കാം. ബ്ലോഗ് എഴുതുമ്പോൾ ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. എല്ലാത്തിനും കുറേ ഫോർമാറ്റ്സ് നിങ്ങൾക്ക് അറിയാനുണ്ട്. ബ്ലോഗ്, ബ്ലർബ്, സെമിനാർ റിപ്പോർട്ട്, അതുപോലെ തന്നെ പ്രൊഫൈലാണെങ്കിൽ പ്രൊഫൈൽ ഒരുപാടുണ്ട് നിങ്ങൾക്ക്. ലൈവ് TV റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, റെസ്യൂമെ, എല്ലാത്തിനും ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കണം. താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഫോർമാറ്റ്സുകൾ പറയുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, അത് പ്രകാരം തന്നെ എഴുതുക. താഴെ കമൻറ്റ് ബോക്സിൽ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചെയ്തതിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണുക കേട്ടോ. ഓക്കെ, സോ ഇതെങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഇത് ഷെഹീൻ മിസ്ട്രീനെ കുറിച്ചിട്ടാണ്. ഷെഹീൻ മിസ്ട്രിയുടെ അഗാൻഷ ഫൗണ്ടേഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബ്ലോഗ്. അപ്പോൾ എപ്പോഴും ബ്ലോഗ് എഴുതുമ്പോൾ ഒരു ബോക്സ് വേണം, ഹെഡിങ് വേണം, അഗാൻഷ ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഷെഹീൻ മിസ്ട്രി എന്ന് കൊടുക്കാം. എഴുതുന്ന ആൾ, ഇപ്പം ഞാൻ അമ്മു എന്ന് വിചാരിക്കുക, അമ്മു എന്ന് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഹെഡിങ് വേണം, ബോക്സ് വേണം, ഡേറ്റ് വേണം, എഴുതുന്ന ആളുടെയും പേര് വേണം. So I would like to share the life of activities of Sheheen Mistry. Sheheen Mistry is the founder of Agansha Foundation, an NGO for promoting education among underprivileged children. എന്താണ് അഗാൻഷ ഫൗണ്ടേഷൻ? അതൊരു സിസ്റ്റമാണ്, കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒന്നാണെന്ന് പറയാം. ഹെർ സെൽഫ്ലെസ് സർവീസ് ടു ഹ്യൂമാനിറ്റി ഇസ് അൺപാരലൽ ആൻഡ് വർത്തി ടു ബി ഇമിറ്റേറ്റഡ്. സെൽഫ്ലെസ് സർവീസാണ് ആ വാക്ക് ഓർത്ത് വെച്ച. ഷെഹീൻ മിസ്ട്രിയുടെ സെൽഫ്ലെസ് സർവീസാണ്, അതെല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഷീ ഈസ് എ മോഡൽ, നമുക്ക് എല്ലാവർക്കും ഒരു മോഡലാണ്. എഡ്യൂക്കേഷൻ കൊടുക്കുക, അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ഷീ സ്റ്റാർട്ടഡ് എ ഫൗണ്ടേഷൻ. ഷീ ഈസ് ഓൾസോ ദ CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ സിൻസ് 2008. ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിൻ്റെ CEO ആണ്. മാർക്ക് ചെയ്തത്. Even as a little child, she was very much interested in the affair of the poor and destitute. വളരെ ചെറുപ്പം തൊട്ട് തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഷീ യൂസ് ടു വിസിറ്റ് ദ ഓർഫനേജ് ഇൻ ജക്കാർത്ത. ഷീ വാസ് വിത്ത് ഹെർ പാരൻസ്. ഷീ ഒക്കേഷണൽ വിസിറ്റ് ടു ദ ഓർഫനേജ് prompted her to think about those people who are being marginalized in society. അങ്ങനെ ഇടയ്ക്ക് ഒക്കേഷണൽ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യും. അതിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കുകയാണ്. ഷീ പ്രോംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒരു പ്രചോദനം വരുന്നു. ഷീ വാണ്ട് ടു ലീവ് ഫോർ സം വൺ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണം. ദാറ്റ് വിൽ ബി മോർ മീനിങ് ഫുൾ ഇഫ് ഐ സ്റ്റേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മാറ്റപ്പെട്ട ആൾക്കാരുണ്ട്, അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു പ്രോംഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രചോദനം കിട്ടുന്നു. ആണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നു. സോ ഡ്യൂറിങ് summer vacation she visited Mumbai where she volunteered happy homes school for the blind. ഇവിടെയൊക്കെ വരാറുണ്ട്. This visit to Mumbai convinced herself the inequality prevailed among the people in India. ഇന്ത്യയിൽ inequality ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. One day while in India she chanced to see life of children Mumbai who are forced to beg for livelihood in the സ്ട്രീറ്റിലൊക്കെ ബെഗ് ചെയ്യുന്ന കുട്ടികളെ കാണുന്നു. ദിസ് ഇൻസിഡൻറ്റ് പ്രോംപ്റ്റഡ് ഹെർ ടു ഷിഫ്റ്റ് ഹെർ ആക്ടിവിറ്റീസ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് മാറി താമസിക്കുന്നു. ഷീ മാനേജ് ടു ഒബ്റ്റെയിൻ അഡ്മിഷൻ ഇൻ സെൻറ്റ് സാവിയർ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു ഇന്ത്യയിൽ. മുംബൈ അവിടെ പാരൻസ് ഡിമാൻഡ് ചെയ്തിരുന്നു, ഇന്ത്യയിൽ നീ പൊക്കോ, പക്ഷേ യു ഷുഡ് ഗെറ്റ് എൻ അഡ്മിഷൻ, അവിടെ അഡ്മിഷൻ വേണം, പഠിക്കണം. ഷീ ദെൻ സ്റ്റാർട്ടഡ് ലാംഗ്വേജ് ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക് ക്ലാസ്സസ് ഫോർ ദ ചിൽഡ്രൻസ് ഓഫ് ദ സ്ട്രീറ്റ്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി മാത്സും ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു. ഷീ അപ്രോച്ച് ദ സ്കൂൾ അതോറിറ്റീസ് ആൻഡ് ഗെയിൻ പെർമിഷൻ ടു യൂസ് ദ ക്ലാസ് റൂം അറ്റ് ഈവനിങ് ഫോർ കണ്ടക്ടിങ് ക്ലാസ്സസ്. ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വൈകുന്നേരം പല സ്കൂളുകളിലൊക്കെ പോയി അങ്ങനെ സ്കൂൾ അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന്
പെർമിഷൻ വാങ്ങുന്നു. അങ്ങനെ ഈവനിങ്ങിൽ അവൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അറ്റ് ദ ബിഗിനിങ് ഇറ്റ്സ് ഫങ്ഷനിങ് വാസ് നോട്ട് സോ സ്മൂത്ത് ബട്ട് ലേറ്റർ ഇറ്റ് ഗെയിൻ വൈഡ് ആക്സെപ്റ്റൻസ് ഫ്രം ദ ഓർഡിനറി പീപ്പിൾ. ആദ്യം അത്ര സ്മൂത്ത് ആയിരുന്നില്ല, പിന്നീട് വളരെ വൈഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് കിട്ടുന്നു. നൗ അഗാൻഷ ഫൗണ്ടേഷൻ ഗ്രൂ ടു 58 സെൻറ്റർ. ഇപ്പം 58 സെൻറ്ററുകൾ, അഗാൻഷ എന്ന് പറഞ്ഞിട്ട് 58 സെൻറ്റർ ഉണ്ട്, 6 സ്കൂൾസ് ഉണ്ട്, 3500 സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ പാവപ്പെട്ട അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഇതാണ് ഷഹീൻ മിസ്ട്രിയുടെ ലൈഫ്. ഇതും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് സ്റ്റാമർ. സ്റ്റാമറിനെ കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഒരു അപ്രിസിയേഷൻ ചോദിക്കാറുണ്ട്. ഇത് ചോദിക്കുക ഒന്നെങ്കിൽ സ്റ്റാമറിലെ കുറച്ച് വരികൾ തരും, അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ഈ പോയത്തിൻ്റെ അപ്രിസിയേഷൻ ഡയറക്റ്റ് ചോദിക്കും. അതല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പുറമേ നിന്ന് ഒരു പോയിന്റ് തന്ന് സ്റ്റാമറുമായിട്ട് കമ്പയർ ചെയ്യാനും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാമറിൻ്റെ അപ്രിസിയേഷൻ സ്റ്റാമർ എല്ലാവരും പഠിച്ചു വയ്ക്കുക. നമുക്ക് കുറച്ച് പോയിന്റ്സുകളൊക്കെ നോക്കാം. സ്റ്റാമർ ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം റിട്ടൺ ബൈ. നിങ്ങൾക്ക് എല്ലാ പോയത്തിലും ഇത് എഴുതാട്ടോ, തോട്ട് പ്രൊവോക്കിംഗ് ആണെന്നുള്ളത്. എഴുതിയിട്ടുള്ളത് കെ സച്ചിദാനന്ദനാണ്. ഹി ഡിക്ലെയേഴ്സ് ദാറ്റ് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്കേപ്പ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിക്കുക എന്നാണ്. അതൊരു ഹാൻഡിക്കേപ്പ് അല്ല എന്ന് കവി പറയുന്ന, ഒരു അംഗവൈകല്യമല്ല. വിക്കൽ എന്ന് പറയുന്നൊരു ഹാൻഡിക്കേപ്പ് അല്ല. ഇറ്റ്സ് ഓൺലി എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് സ്പീച്ച്. അതൊരു വേറൊരു തരത്തിലുള്ള സംസാര രീതിയാണ്. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ സ്റ്റാമർ. സ്റ്റാമറിൽ കൂടെ നമുക്ക് പലതും സംസാരിക്കാം, പക്ഷെ അതൊരു ഡിഫറെൻ്റ് ആണ്. ദ പോയറ്റ് ഡിഫൈൻ സ്റ്റാമർ ആസ് ദ സൈലൻസ്. അതൊരു സൈലൻസാണ്. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു, ഞാനൊരു വേർഡ് പറയാൻ ഉദ്ദേശിക്കുന്നു, അതിനൊരു മീനിങ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സൈലൻസ് വരിക. അതാണ് വിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ് എന്നാണ് കവി പറയണത്. സ്റ്റാമർ ഇസ് ലൈക്ക് ലെയിംനെസ്. മുടന്ത എങ്ങനെയാണോ, ലെയിംനെസ് എന്ന് പറഞ്ഞാൽ മുടന്താണ്, മുടന്ത എന്താണോ അതുപോലെ തന്നെയാണ് സ്റ്റാമറിനാണ്. മുടന്ത എന്ന് പറഞ്ഞാൽ എന്താ, കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. ലെയിംനെസ് എന്ന് പറഞ്ഞാൽ മുടന്താണ്. ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണം, പക്ഷെ തീരുമാനിക്കുന്നു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു തീരുമാനിക്കുന്നു, പക്ഷെ അവിടേക്ക് എത്താൻ ഒരു ഗ്യാപ്പ്, കുറേ സമയം എടുക്കുന്നു അല്ലേ. അതാണ് മുടന്തുള്ള ആൾക്കാർ. കാലിൽ മുടന്തുള്ള ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ എത്താൻ പറ്റണം എന്നില്ല, കുറേ സമയം എടുക്കും. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷെ അത് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു സൈലൻസ് വരുന്നു, അതാണ് ലെയിംനെസ്. അതേപോലെയാണ് സ്റ്റാമർ. ഒരാളൊരു കാര്യം പറയാൻ വരുന്നു, പക്ഷെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല, വിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നു സ്റ്റാമർ ഇറ്റ്സ് നോട്ട് എ ഹാൻഡിക്കേപ്പ്. ഒരു ഹാൻഡിക്കേപ്പ് അല്ലെങ്കിൽ ഒരു അംഗവൈകല്യമല്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്, സംസാരിക്കുന്ന രീതിയാണ്. ഇറ്റ്സ് എ സൈലൻസ്. അപ്പോൾ സ്റ്റാമർ എന്ന് പറഞ്ഞാലും ലെയിംനെസ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ് ഇദ്ദേഹം പറയുന്നത്. വിക്കുള്ള ആളും മുടന്തുള്ള ആളും ഒരുപോലെയാണ്. രണ്ടിലൊരു സൈലൻസ് വരികയാണ്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വേർഡ്സിനും മീനിങ്സിനും ഇടയിൽ വരുന്ന സൈലൻസ് ആണ്. ലെയിംനെസ് എന്ന് പറഞ്ഞാൽ അത് വേർഡ്സിനും ആക്ഷൻസിനും ഇടയിൽ വരുന്ന സൈലൻസ് ആണ്. ഒരു കാര്യം പറയുന്നു പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, മുടന്താണ്. അപ്പോൾ രണ്ടും ഒരു സൈലൻസ് മാത്രമാണ്. ഒരു വേർഡിനും മീനിങ്ങിനും ഇടയിലുള്ള സൈലൻസ് ആണ് സ്റ്റാമർ. വേർഡിനും ആക്ഷൻസിനും ഇടയിലുള്ള സൈലൻസ് ആണ് ലെയിംനെസ്. വെൻ വി സ്റ്റാമർ വി ഓഫർ എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. നമ്മൾ സ്റ്റാമർ ചെയ്യുമ്പോൾ, വിൽക്കുമ്പോൾ, അത് ശരിക്കും ഒരു സാക്രിഫൈസ് ആണ് ദൈവത്തിനോടുള്ള. മീനിങ്സ് എന്ന് പറയുന്ന ദൈവം, ഒരു അർത്ഥങ്ങളുടെ ദൈവം ഉണ്ടെങ്കിൽ അതിനോട് ചെയ്യുന്നൊരു സാക്രിഫൈസ് ആണ്, അതൊരു സൈലൻസ് ആണ്. ഈ ലോകം മൊത്തം സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അതൊരു മദർ ടങ് ആയിട്ട് മാറുന്ന അദ്ദേഹം പറയുന്നു. നമ്മളെല്ലാവരും വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഒരു മദർ ടങ്, മാതൃഭാഷ സ്റ്റാമർ ആയിട്ട് മാറും. എല്ലാവരും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അതൊരു കോമൺ തിങ് ആയിട്ട് മാറും. സോ പിന്നെ പറയുന്നത് ഈവൺ ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷാ പണ്ഡിതരാണ്, അവർക്ക് പോലും അറിയില്ല വെദർ സ്റ്റാമർ ഇസ് ഡയലക്റ്റ് ഓർ ലാംഗ്വേജ്. ഇതൊരു ലാംഗ്വേജ് ആണോ എന്ന് പോലും അവർക്ക് അറിയില്ല. ഗോഡ് മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. ദൈവം അടക്കം ചിലപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കുമ്പോൾ സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ പലതിനോടും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. പല കാര്യങ്ങളും സൊസൈറ്റിയിൽ കാണുമ്പോഴും മനുഷ്യൻ അതിനോട് സൈലൻ്റ് ആയിട്ടിരിക്കാൻ കാരണം അതുകൊണ്ടാവാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റാമർ ഒരു പോയട്രിയാണ്. പല മീനിങ്സ് ഇതിലുണ്ട്, പല ലെവൽസ് ഓഫ് മീനിങ്സ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്രിസിയേഷൻ നോക്കാം. കുറച്ച് പോയിൻ്റൊക്കെ പറഞ്ഞു, അതൊക്കെ ഇതിൽ കടന്നു വരും കേട്ടോ. സോ ഓർത്ത് വയ്ക്കുക, സ്റ്റാമർ ഇസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം by well-known Malayalam poet K. Sachidanandan. In the poem, the poet treats stammer not as a handicap alla. It's a mode of speech. അതൊരു സംസാര രീതിയാണ്. Word and meaning are like a word and deed. അതൊരു it's like
സ്റ്റാമർ ഈസ് ലൈക്ക് ലേംനെസ് എന്ന് പറയാം. ഓക്കെ, സ്റ്റാമർ ഈസ് ലൈക്ക് ലേംനെസ്. ലേംനെസ് എന്ന് പറഞ്ഞാൽ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ആക്ഷൻ. സ്റ്റാമർ ഓൾസോ ഇറ്റ്സ് സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് മീനിങ്. അപ്പോൾ രണ്ടും ഒരുപോലെയാണ്, രണ്ടും സൈലൻസ് ആണ്. വെൻ വി സ്റ്റാമർ വി ഓഫർ എ സാക്രിഫൈസ് ടു ഗോഡ്, നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. ഹോൾ പീപ്പിൾ സ്റ്റാമർ, എല്ലാവരും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കം എ മദർ ടങ്, അതൊരു മാതൃഭാഷയാവും. ലിംഗ്വിസ്റ്റ് ആർ അണേബിൾ ടു ആൻസർ, അവർക്കും ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ്സ് എ ഡയലക്ട് ഓർ ലാംഗ്വേജ് ആണോ ഭാഷയാണെന്ന് അവർക്ക് അറിയുന്നില്ല. ദൈവം പോലും സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവാം. സോ പല മീനിങ്സ് ഉണ്ട്. സ്റ്റാമർ ഒരു പോയിട്രി ആണ്, അതിന് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത യൂണിറ്റിലേക്ക് കിടക്കുന്നു. 4ാമത്തെ യൂണിറ്റ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. എസ്സേ ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷനെ കുറിച്ച്, പരിസ്ഥിതി നശിക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അങ്ങനെ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്ത് ഒരു 8 മാർക്കിൻ്റെ എസ്സേ ഈ പാഠത്തിന് ചോദിക്കാറുണ്ട്. അത് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡീഫോറസ്റ്റേഷൻ ആവാം, വനങ്ങളും മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതി നശിപ്പിക്കുന്നു, വെള്ളം നശിപ്പിക്കുന്നു, അങ്ങനെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പാഠം എന്താണ്, ഇതിൽ ആരാ എന്തൊക്കെ പറയുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വാങ്കരി മാത്തയാണ്. വാങ്കരി മാത്തൈ ഒരു സ്പീച്ചാണ്. വാങ്കരി മാത്തൈ പറയുന്ന ഒരു സ്പീച്ചാണ് ഈ പാഠം. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. വാങ്കരി മാത്തൈ ആരാണെന്നൊക്കെ നോക്കി വയ്ക്കുക. വാങ്കരി മാത്തൈ ഇസ് എ കെനിയൻ, ഇസ് എൻ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. എൻവയോൺമെൻറ്റലിസ്റ്റ് ആണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ഇസ് എൻ എക്സെപ്റ്റ് ഫ്രം ഹെർ സ്പീച്ച് ഷി മെയ്ഡ് വൈൽ റിസീവിംഗ് നൊബേൽ പീസ് പ്രൈസ്. നൊബേൽ പീസ് പ്രൈസ് വാങ്ങുന്ന സമയത്ത്, വാങ്കരി മാത്തയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് പറഞ്ഞ സ്പീച്ചാണ് ഈ പാഠഭാഗം. ഇൻ ഹെർ സ്പീച്ച് ഷി എംഫസൈസ്, പ്രാധാന്യം കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ, പ്രകൃതി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നത്. ഇൻ ഹെർ സ്പീച്ച് ഷി ഡെഡിക്കേറ്റ്സ് അവാർഡ് ടു വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഓഫ് കെനിയ. കെനിയയിലുള്ള എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്തു. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ ഇൻസ്പയർഡ് ഹെർ. ചെറുപ്പം മുതലേ കണ്ട എക്സ്പീരിയൻസ്, അവിടുന്ന് കണ്ട ഒബ്സർവേഷൻസ് ആണ് അവളെ ഇങ്ങനെയാക്കി മാറ്റിയത്. ഷി ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ഹെർ ചൈൽഡ്ഹുഡ്. ഷീ ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് വിമൻസ് ഇൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. അതായത് വാങ്കരി മാത്തേ പറയാണ്, എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുന്ന ആൾ സ്ത്രീകളാണ്. കാരണം അവരാണ് കെയർ ടേക്കേഴ്സ് ഓഫ് ദ ലാൻഡ്. അവരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, വീട്ടിലേക്ക് വേണ്ട വെള്ളം എടുത്തു കൊണ്ടുവരിക, വീട്ടിലേക്ക് വേണ്ട ഭക്ഷണം പുറത്തു പോയിട്ട് കൊണ്ടുവരുന്നതും അത് ഉണ്ടാക്കുന്നതും, അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന സ്ത്രീകളാണ്. സോ വുമൻസ് ഹാവ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. എൻവയോൺമെൻറ്റിൽ എന്ത് മാറ്റം വന്നാലും വുമൻസ് അത് വേഗം മനസ്സിലാക്കുന്നു. ഹെർ സ്പീച്ച് റിഫ്ലെക്ട്സ് സ്പെസിഫിക് നീഡ് ആൻഡ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൻസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. മാത്തൈ എംഫസൈസ് ട്രീ പ്ലാന്റിങ് ആസ് എ പ്രാക്ടിക്കൽ ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ ടു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ. ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രീ പ്ലാന്റിങ് ആണെന്ന് പറയുന്നു. ഷി എക്സ്പ്ലെയിൻ ദാറ്റ് ട്രീ പ്ലാന്റിങ് അഡ്രസ് ദ ബേസിക് നീഡ്, പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ ദ ആഫ്രിക്കൻസ്. ട്രീ പ്ലാന്റ് ചെയ്ത മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഷീ ഫൗണ്ടഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. വാങ്കരി മാത്തയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് നടത്തിയത്. ഇറ്റ് വാസ് എയിം ടു റെസ്പോണ്ട് പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൻസ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാനാണ് അങ്ങനെ മൂവ്മെൻറ്റുകളൊക്കെ കൊണ്ടുവന്നത്. സ്ത്രീകൾക്ക് ഷെൽട്ടർ ഇല്ല, ലാക്ക് ഓഫ് ഫയർവുഡ്, അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറക് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ഫുഡ് കിട്ടുന്നില്ല. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ വുമൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഷീ റെസ്പോണ്ടഡ് ടു പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൻസ് ഓഫ് ആഫ്രിക്ക. She realized that deforestation is the root cause for environment degradation and loss of resources. എൻവയോൺമെൻറ്റ് ഡീഗ്രേഡ് ചെയ്യാൻ പ്രധാന കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്. സോ വി ഷുഡ് പ്ലാന്റ് ട്രീസ്, ട്രീ പ്ലാന്റിങ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ എന്നൊക്കെയാണ് വാങ്കരി മാത്തേ പറയുന്നത്. റീപ്ലേസിങ് ഫാമിംഗ് വിത്ത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ വാസ് അനദർ റീസൺ.
മറ്റൊരു പ്രശ്നമാണ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ. നമ്മൾ ലാഭം നോക്കിയിട്ട് അത്തരം കൃഷികൾ മാത്രം ചെയ്യുന്നു. ഷീ സ്ട്രെസ് ദാറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് നമുക്ക് ഡെവലപ്മെന്റ് വേണം, പക്ഷെ സസ്റ്റൈനബിൾ ആവണം. നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെന്റ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എംഫസൈസ് പ്ലാന്റിംഗ് ഓഫ് ട്രീസ്. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് പ്രധാനപ്പെട്ട ലക്ഷ്യം ട്രീ പ്ലാന്റേഷനും വുമൻസിന്റെ റൈറ്റ്സ് കിട്ടുക എന്നുള്ളതാണ്. With the help of members of Green Belt Movement, വാങ്കരി മാത്തെ planted around 30 million trees. 30 മില്യൺ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചത്. പ്ലാന്റിംഗ് ട്രീ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് ജോലി സാധ്യതകൾ കിട്ടുന്നു. ഓൺലി ഫോറസ്റ്റ് ക്യാൻ കൺസേർവ് വാട്ടർ ആൻഡ് സേവ് ലൈഫ്. ഫോറസ്റ്റ് ഉണ്ടെങ്കിലാണ് വെള്ളം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രീ ബിക്കം സിമ്പിൾ ഓഫ് പീസ് ഇൻ കെനിയ. കെനിയയുടെ സിമ്പിളായിട്ട് ട്രീ മാറി. മരങ്ങൾ നമുക്ക് ഫുഡ് തരുന്നു, ഫ്യൂവൽസ് തരുന്നു, ഷെൽട്ടർ തരുന്നു. കട്ടിങ് ഡൗൺ ദ ട്രീ ഡിസ്ട്രോയ് നേച്ചർ. മരങ്ങളെ വെട്ടി നശിപ്പിക്കരുത്. സോ ഷീ സപ്പോർട്ടഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണമെന്നാണ് പറയുന്നത്. വിത്തൗട്ട് ഡിസ്ട്രോയിങ് നേച്ചർ, പ്രകൃതിയെ ഡിസ്ട്രോയ് ചെയ്യരുത്. അതുപോലെ മാത്ത എൻകറേജ് യങ് പീപ്പിൾ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, നമുക്ക് നല്ലൊരു ഭാവിയാണെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരണം എന്നൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വാങ്കരി മാത്തേ പറയുന്നത്. സോ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഇഷ്യൂ, ഡീഫോറസ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീകളെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കടന്നു വരുന്നത്. അപ്പോൾ വാങ്കരി മാത്തേനെ കുറിച്ചൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. വാങ്കരി മാത്തേ എന്താണ്, എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു. അതുപോലെ നേച്ചർ കൺസേർവ് ചെയ്യണം, പ്രകൃതി സംരക്ഷിക്കണം, അതിനെക്കുറിച്ചിട്ട് കേട്ടോ. പിന്നെ കുറേ ചെറിയ ചെറിയ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചോദിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് വാങ്കരി മാത്തേ ഒന്നുകൂടി നോക്കാം. Wangari Maathai is a Kenyan, is an environmental, social and political activist. Markanda. She got inspired from her childhood experience. She witnessed forest being cleared and replaced by commercial plantation. മരങ്ങൾ ക്ലിയർ ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് തുടങ്ങുന്നത് അവൾ കണ്ടു. ഷി വാസ് ഷോക്ക്ഡ് ടു നോ ദാറ്റ് reckless activity destroyed local biodiversity and capacity of the forest to conserve water. അവൾ മനസ്സിലാക്കിയെന്തെന്ന്, ഇത്തരം ആക്ടിവിറ്റീസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, നമ്മുടെ വാട്ടറിൻ്റെ കൺസർവേഷൻ, അതായത് വെള്ളം പിടിച്ചു നിർത്തുന്നത് മരങ്ങളാണ്, അപ്പോൾ അതില്ലാണ്ടാകുന്നു. ഹെർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഷേപ്പ്ഡ് ഹെർ ആസ് എ വുമൻ ഹു റേസ്ഡ് ഹെർ വോയിസ് ഫോർ ദ എൻറ്റയർ സൊസൈറ്റി. സൊസൈറ്റിക്ക് എല്ലാവർക്കും വേണ്ടി ശബ്ദം ഉയർത്തിയ ലേഡിയാണ്. ഷി ഐഡൻറ്റിഫൈ ദാറ്റ് റൂറൽ വുമൻസ് ഇൻ കെനിയ ഫേസ് ലോട്ട് ഓഫ് ചാലഞ്ചസ്. അതുകൂടാതെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് മനസ്സിലാക്കി. ലാക്ക് ഓഫ് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്, ഷെൽട്ടർ, വരുമാനമില്ല സ്ത്രീകൾക്ക്, വെള്ളം കിട്ടുന്നില്ല, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. സോ വാങ്കരി മാത്തേ ലൈഫ് വാസ് ഡെഡിക്കേഷൻ ടു അഡ്രസ് ഇഷ്യൂസ് ഓഫ് ദ റൂറൽ വുമൻ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് വാങ്കരി മാത്തേ. ഷി വർക്ക്ഡ് ഹാർഡ് ടു ഹെൽപ്പ് ദം. ഷി റിയലൈസ് ദാറ്റ് മാസീവ് ട്രീ പ്ലാന്റേഷൻ ഇസ് എ സൊല്യൂഷൻ. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. 30 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയാം. സോ വാങ്കരി മാത്തേ വാസ് ഫുള്ളി അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പോൺസിബിൾ ഗവേണൻസ്. നമുക്ക് വി ഷുഡ് ഹാവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ റെസ്പോൺസിബിൾ ഗവൺമെൻറ് വേണം. അതുപോലെ തന്നെ എല്ലാ യൂത്തും മുന്നോട്ട് വരണം എന്നൊക്കെയാണ് പറഞ്ഞത്. ട്രീ ബിക്കം സിമ്പിൾ ഫോർ ദ ഡെമോക്രറ്റിക് സ്ട്രഗിൾ ഇൻ കെനിയ. കെനിയയിലെ വാങ്കരി മാത്തേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അതിൻ്റെ സിമ്പിളായിട്ട് ട്രീ മാറി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഷി വാസ് എ ലീഡർ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. ഒരുപാട് സ്വപ്നങ്ങളും പാഷനും ഒക്കെ ഉള്ള ലേഡിയാണ് വാങ്കരി മാത്തേ എന്ന് പറയാം. അപ്പോൾ നന്നായി നോക്കിക്കോ, ഒരു 2-3 തവണ നന്നായി വായിച്ചോ. വാങ്കരി മാത്തേനെ കുറിച്ച് ചോദിച്ചാൽ ഇത് എഴുതാം. അടുത്തതൊരു ആർട്ടിക്കിളാണ്, പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ചോദിക്കാം. അപ്പോൾ ആദ്യം പറയാം, ഹെഡിങ് കൊടുക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് ആർ എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ ആൻഡ് വെൽബീങ്. നാച്ചുറൽ റിസോഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഇൻക്ലൂഡ് എയർ വേണം, വാട്ടർ വേണം, മിനറൽസ് വേണം, ഫോറസ്റ്റ് വേണം, വൈൽഡ് ലൈഫ് വേണം. So it is our duty to conserve the resources for future generation. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വേണം ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിലുള്ള മണ്ണും വായും വെള്ളം ഒക്കെ നമ്മൾ സംരക്ഷിക്കണം. കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. നമ്മൾ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു ബാലൻസ്, നമ്മൾ പരിസ്ഥിതിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം. Every component of the ecosystem
പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ വെബ് ഓഫ് ലൈഫ്. ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാ കമ്പോണൻസും, ഇപ്പോൾ പറഞ്ഞ എയർ, വാട്ടർ, മിനറൽസ്, അതിനെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഡിസ്റപ്റ്റിംഗ് ദിസ് ബാലൻസ് ക്യാൻ ലീഡ് ടു നാച്ചുറൽ ഡിസാസ്റ്റർ, ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇത് ഈ ബാലൻസ് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ വരും. ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ, മൃഗങ്ങളുടെ ഒക്കെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടും, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും എന്നൊക്കെ നമുക്ക് പറയാം. സോ നാച്ചുറൽ റിസോഴ്സസ് ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ എക്കോണമി. മിനറൽ, ഫോസിൽ ഫ്യൂവൽ, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഇതൊക്കെ നമുക്ക് വേണമെന്ന് പറയാം. നന്നായി വായിച്ചു നോക്കിക്കോളൂ. ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, ഫുള്ളായി വായിക്കുന്നില്ല. ഇതൊരു കൺസർവേഷൻ ഓഫ് നേച്ചർ, അതിനെക്കുറിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനൊരു ചോദ്യം വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പോയിൻ്റായിട്ട് പറയാനാണെങ്കിൽ, ട്രീ പ്ലാന്റേഷൻ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ്, അതിനെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ട്രീസ് ആർ ലൈഫ് ഗിവേഴ്സ്, മെയിൻറ്റെയിൻ അവർ ക്ലൈമറ്റ് ആൻഡ് സീസൺ. Trees are essential for biodiversity. It's balance our ecosystem. It provide fresh air and water. അങ്ങനെ മരങ്ങൾ എന്തൊക്കെ നമുക്ക് തരുന്നു എന്നുള്ളത് ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിനെക്കുറിച്ച് ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് വിതൗട്ട് കോംപ്രമൈസിങ് എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മൾ ഭാവി തലമുറയ്ക്ക് യാതൊരു പ്രശ്നവും വരാത്ത രീതിയിൽ ഡെവലപ്മെൻറ്റ് വരുത്തുക. എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെൻ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രീ പ്ലാന്റേഷനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സേവ് അവർ നേച്ചർ ടു പ്ലാന്റ് ട്രീ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക, ഫയർ വുഡ് കൊടുക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയുള്ള ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി വേറെ വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത പാഠം റൈസ് എന്ന് പറഞ്ഞ പാഠമാണ്. റൈസും ഒരു തോട്ട് പ്രൊവോക്കിംഗ് ഒരു പരിഹാസമാണ്. ഇപ്പോഴത്തെ കർഷകർ അവരെ എല്ലാവിധ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷനിലേക്ക് മാറി. അതായത് നെല്ലും ഗോതമ്പും ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ റബ്ബറും കുരുമുളകും ലാഭം കിട്ടുന്നതിലേക്ക് മാറി. അതിനെക്കുറിച്ച് പറയുന്നൊരു കവിതയാണ് റൈസ്. സോ റൈസ് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് സറ്റയർ. സറ്റയർ എന്ന് പറഞ്ഞ ഒരു കളിയാക്കൽ പോലെയാണ്. റിട്ടൺ ബൈ ഫേമസ് പോയറ്റ് ചെമ്മനം ചാക്കോ. ദ നരേറ്റർ റിട്ടേൺ ഹോം ഇൻ ട്രെയിൻ. ഈ പറയുന്ന ആൾ ട്രെയിനിൽ തിരിച്ചു വരികയാണ് 4 വർഷത്തെ കോഴ്സിന് ശേഷം. റിസർച്ചൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നു. ഹിസ് ടോപ്പിക് ഓഫ് റിസർച്ച് വാസ് മേക്കിംഗ് ടോയ്സ് ഔട്ട് ഓഫ് ഹസ്ക്. അതായത് ഈ നരേറ്ററുടെ അച്ഛന് നെൽകൃഷിയാണ്. അപ്പോൾ നെൽകൃഷിയിൽ നിന്ന് ബാക്കി കിട്ടുന്ന ഹസ്ക്, നമ്മൾ വൈക്കോലിനൊക്കെ പറയില്ലേ, അതുപയോഗിച്ച് എങ്ങനെ ടോയ്സ് ഉണ്ടാക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ്. അതായത് ഇദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ വീട്ടിൽ കുറേ ഹസ്ക് ഉണ്ട്, കുറേ വൈക്കോലുണ്ട്, അപ്പോൾ ഇത് വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഉപകാരമാണെന്ന് വിചാരിച്ച് അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ മാറ്റാം, എല്ലാവർക്കും ജോലി കൊടുക്കാം, എനിക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ നരേറ്റർ 4 വർഷം ടോയ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി അദ്ദേഹം 4 വർഷത്തെ റിസർച്ചൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ PhD ഒക്കെ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഹി വാസ് ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തി. അങ്ങനെ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്തു. സോ ഹി വാസ് ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. അതായത് നമ്മൾ കേരളത്തിലെ റൈസൊക്കെ കഴിക്കാൻ ഒരുപാട് ആഗ്രഹത്തിൽ തിരിച്ചു വരികയാണ്. ദ പോയിം പ്രസന്റ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് ദ റിയാലിറ്റി. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് എക്സ്പെക്ടേഷനിലാണ് വരുന്നത്. ഓക്കെ, എനിക്കിനി ടോയ്സ് ഉണ്ടാക്കാം, എനിക്ക് ഹസ്ക് ഉപയോഗിച്ച് ഒരുപാട് ടോയ്സ് ഉണ്ടാക്കാം, എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാം, എൻ്റെ നാട്ടിലേക്ക് ഞാൻ എത്തുന്നു, അങ്ങനെയുള്ള ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടി ട്രെയിനിൽ വരുന്നു. പക്ഷെ റിയാലിറ്റിയിലേക്കാണ് പിന്നെ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? അദ്ദേഹം കുറേ സ്വപ്നങ്ങൾ കണ്ടു. പ്ലാന്റിങ് സീസൺ, ഒരുപാട് നെൽകൃഷികൾ അദ്ദേഹം സ്വപ്നം കണ്ടു. ഫാദർ പ്ലഫി എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ഓക്സൻ വിൽ സ്റ്റോപ്പ് ആൻഡ് ലുക്ക് അറ്റ് ഹിം. അതിൽ അദ്ദേഹം നെൽപ്പാടത്തിൽ കൂടി നടുവിൽ കൂടി കടന്നു വരുന്നതും ബ്രദർ ഓടി വരുന്നതും അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതൊക്കെ അദ്ദേഹം സ്വപ്നം കണ്ടു. സോ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി അദ്ദേഹം തിരിച്ചു വരുന്നു. പക്ഷേ വെൻ ഹി റീച്ചസ് ഹിസ് നേറ്റീവ് വില്ലേജ് ഹി ഈസ് ഷോക്ക്ഡ് ടു സീ ദ ചേഞ്ചസ്. ഇത്രയും എക്സ്പെക്ടേഷൻസോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ കണ്ടത് പാഡി ഫീൽഡ്സ് വർ റീപ്ലേസ്ഡ് ബൈ ടോൾ റബ്ബർ ട്രീസ്. എല്ലാ നെൽപ്പാടങ്ങൾക്കും പകരം ഒരുപാട് റബ്ബർ ട്രീസ് ആണ്. റബ്ബർ ഷീറ്റ് മെഷീൻസ് വാസ് ഫിക്സ്ഡ് അറ്റ് ഹിസ് ഹോം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫാദറും അതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ അദ്ദേഹം മൊത്തത്തിൽ ഷോക്കാവാണ്. യങ് ബ്രദർ വാസ് കമ്മിങ് ബാക്ക് ഫ്രം ദ റേഷൻ ഷോപ്പ്
വിത്ത് വീറ്റ്. അവിടെ അവർ ഗോതമ്പ് കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഗോതമ്പ് കഴിച്ച് മടുത്തിട്ട് വന്ന അദ്ദേഹം ഇവിടെ വന്ന് വീണ്ടും ഇനി വീറ്റ് വേണം കഴിക്കാനായിട്ട്. ആൻഡ് എ പ്ലെയിൻ ഗോസ് ടു ഡൽഹി വിത്ത് ചീഫ് മിനിസ്റ്റർ ഡിമാൻഡ് ഫോർ മോർ ഫുഡ്. ഒരു പ്ലെയിൻ മുകളിൽ കൂടെ പോകുന്നു, അത് ഫുഡ് ചോദിച്ച്, ഭക്ഷണം ചോദിച്ച് അടുത്ത സംസ്ഥാനത്തേക്ക് പോകുന്ന ചീഫ് മിനിസ്റ്ററെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കളിയാക്കലാണ്. സോ എവ്രി വൺ ഈസ് ആഫ്റ്റർ ഈസി മണി. കൊമേഴ്ഷ്യൽ ക്രോപ്സ് ലൈക്ക് റബ്ബർ, ഡീൽ വുഡ് ഹാവ് റീപ്ലേസ്ഡ് ബൈ റൈസ് ഫാമിംഗ്. റൈസ് ഫാമിംഗ് ഒക്കെ പോയിട്ട് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ട്രീസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ് എന്ന് പറയാം. ഗവൺമെൻറ് ഡസ് നോട്ട് പ്രൊമോട്ട് പാഡി കൾട്ടിവേഷൻ. പാഡി കൾട്ടിവേഷൻ, നെൽകൃഷിയെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. സോ റൈസ് ഈസ് യൂസ്ഡ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ് നെഗ്ലക്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ ഈ പാഠത്തിൽ ശരിക്കും പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിന് വന്ന ഒരു അവഗണന, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറൊക്കെ പോയിട്ട് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് ആണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു പാഠത്തിൻ്റെ ഷോർട്ട് സമ്മറി. നമുക്കിതിൻ്റെ അപ്രിസിയേഷൻ ഒന്ന് പഠിക്കാം. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വരും. ദ പോയം റൈസ്, ഓക്കെ, റൊട്ടേഷൻ, ഓക്കെ. ദ പോയം റൈസ് റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ ഇസ് എ സെറ്റയർ. ഇതൊരു കളിയാക്കലാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നത്തെ അദ്ദേഹം പരിഹസിച്ച് പറയുകയാണ്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ഇംഗ്ലീഷ് പ്രൊഫസർ അയ്യപ്പ പണിക്കർ. റൈസ് ഫാമിംഗ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ. ഇതാണ് പ്രധാന പ്രശ്നം. റൈസ് ഫാമിംഗ് മാറി ഇപ്പോൾ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ്, റബ്ബർ, ഡീൽ വുഡ്, അതൊക്കെ. ഗവൺമെൻറ് ഡസ് നത്തിങ് ടു പ്രൊമോട്ട് പാഡി കൾട്ടിവേഷൻ. നെൽകൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ റൈസ് ഫാമിങ്ങിന് വേണ്ടി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ദ പോയം പ്രസൻസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി. ഒരാളുടെ എക്സ്പെക്റ്റേഷൻസും സത്യത്തിൽ അദ്ദേഹം കാണുന്ന റിയാലിറ്റി രണ്ടും നമ്മൾ ഈ കവിതയിൽ കാണാം. ദ ബോയ് കം ഹോം ആഫ്റ്റർ എ ഗ്യാപ്പ് 4 years ഓൺ കംപ്ലീഷൻ ഓഫ് ഹിസ് സക്സസ്ഫുൾ റിസർച്ച് in North India. He is very eager to have a meal of Atikara rice. He expects to see his father and brother working in the field as usual. നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്ന അച്ഛനെയും അനിയനെയാണ് സ്വപ്നം കാണുന്നത്. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ. ദ ഫീൽഡ് വിൽ ബി ബിസി വിത്ത് പ്ലഫിംഗ് ആൻഡ് ഷൗട്ടിംഗ്. അദ്ദേഹം സ്വപ്നം കാണുകയാണ് നെൽപ്പാടത്ത് പ്ലഫിങ്ങും അതുപോലെ ഉഴുതുമറിക്കലും ഒക്കെ അദ്ദേഹം സ്വപ്നം കാണുന്നു. ബട്ട് വെൻ ഹി റീച്ചസ് ഹോം ദ പ്ലേസസ് ഹാസ് ബീൻ ടോട്ടലി ചേഞ്ച്ഡ്. ദർ വർ ഫുൾ ഓഫ് റബ്ബർ പ്ലാന്റ്സ്. നെൽകൃഷിയല്ല, ഫുൾ റബ്ബർ പ്ലാന്റ്സ് ആണ്. ആൻഡ് അരീക്ക നട്ട് പാംസ് ഇൻ ദ പ്ലേസ് ഓഫ് പാഡി ഫീൽഡ്സ്. ഹി ഈവൻ ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് ഓഫ് ഹിസ് വേ ഹോം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി അടക്കം അദ്ദേഹത്തിന് കൺഫ്യൂസ്ഡ് ആയി. ഹിസ് ഫാദർ പ്രൗഡ്ലി സേസ് ദാറ്റ് ഹി ഹാസ് സ്റ്റോപ്ഡ് റൈസ് കൾട്ടിവേഷൻ. ഇദ്ദേഹത്തിൻ്റെ ഫാദർ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞങ്ങൾ റൈസൊക്കെ വിട്ടു ആൻഡ് ഷിഫ്റ്റഡ് ടു റബ്ബർ ഫാമിംഗ്. ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ. ഇതാണ് വളരെ ലാഭം. ആൻഡ് കൺവീനിയൻറ്റ് ആൻഡ് ഗീവ് മണി ഈസിലി. പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാനും ക്യാഷ് ക്രോപ്സ് ആണ് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ റൈസ് കൾട്ടിവേഷൻ നിർത്തി എന്ന് പറയുന്നു. ഹി സീസ് ഹിസ് യങ്ങർ ബ്രദർ കമ്മിങ് വിത്ത് എ സാക്ക് ഓഫ് വീറ്റ് ഫ്രം ദ റേഷൻ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഗോതമ്പാണ് കൊടുക്കുന്നത് എല്ലാവർക്കും. ഹി വാച്ചസ് ദ ചീഫ് മിനിസ്റ്റർ ഗോയിങ് ടു നോർത്ത് ഇന്ത്യ ഇൻ എൻ എയറോപ്ലെയിൻ ടു ആസ്ക് ഫോർ മോർ റൈസ് ഫ്രം സെൻറ്റർ. റൈസ് ചോദിച്ചിട്ട് വേറെ സംസ്ഥാനത്തേക്ക് പോകുന്ന ചീഫ് മിനിസ്റ്ററെ ഇവിടെ കാണാം. ദ പോയറ്റ് സാർക്കസ്റ്റിക്കലി ആസ്ക് ഹിംസെൽഫ് വെദർ ഹി ടു വുഡ് ഗെറ്റ് സം ഹസ്ക്. അപ്പോൾ ഈ നരേറ്റർ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ചീഫ് മിനിസ്റ്റർ മുകളിലേക്ക് അരി വാങ്ങാൻ പോയിക്കാണ്, മുകളിൽ എയറോപ്ലെയിനിൽ കൂടി അരി വാങ്ങാൻ പോകുന്നു. അപ്പോൾ ചീഫ് മിനിസ്റ്ററോട് പറയാണ് കുറച്ച് ഹസ്കും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു കളിയാക്കലാണ്, സർക്കസാണ്, പരിഹാസമാണ്. ഇഫ് നോട്ട് ഹിസ് റിസർച്ച് ഓഫ് 4 years, ആ ഹസ്ക് കിട്ടിയില്ലെങ്കിൽ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് നഷ്ടപ്പെടും. ദസ് ദ പോയം ഈസ് ഫുൾ ഓഫ് സാർക്കസം. അപ്പോൾ ഇവിടെ ഒരാൾ ഹസ്ക് കൊണ്ടുള്ള ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, തിരിച്ചു വരുമ്പോൾ ആ കൃഷിയില്ല. അപ്പോൾ അതൊരു പരിഹാസമാണ്. ചീഫ് മിനിസ്റ്റർ അരി വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പരിഹാസമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സാർക്കസാണ്. സോ റൈസ് ഈസ് യൂസ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ് നെഗ്ലക്ട്. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഇവിടെ കവി പരിഹസിക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടറിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫാർമേഴ്സ് സ്വിച്ച് ടു ക്യാഷ് ക്രോപ്പ്. ഫാർമേഴ്സ് ക്യാഷ് ക്രോപ്സിലേക്ക് മാറുന്നു. The poem highlights the negative impacts of government policy on lives of farmers and suggests these policies are leading to destruction of traditional agriculture and displacement of farmers. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ കൃഷി, അഗ്രികൾച്ചറിനൊക്കെ നശിപ്പിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസീസ് ഒക്കെയാണ് ഇവിടെ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. റൈസ് എന്ന് പറഞ്ഞ പോയം ഭയങ്കര ഇതൊക്കെയാണ്, കൂടുതലും റൈസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പോയം. അടുത്ത ലാസ്റ്റ് നമുക്ക് ഈ യൂണിറ്റിൽ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പോയത്തിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്.
Dangers of Drug Abuse is an essay written by Hardin B. Jones. The article makes a clear distinction between drug prescribed for medical purpose and those for taken for pleasure. ഡ്രഗ് തന്നെ മെഡിക്കൽ പർപ്പസിനുണ്ട്, ഒരു പ്ലഷറിനുണ്ട്. ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു എസ്സേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എസ്സേ ആണ്. ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ റീഡ് മോർ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു എസ്സേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ ഡ്രഗ് അബ്യൂസിൻ്റെ എന്ത് വന്നാലും എഴുതാൻ പറ്റും. അത് കുറച്ചും കൂടി സിമ്പിളാണ്, അത് പഠിച്ചോളൂ. നമുക്ക് ഇതാ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒക്കെ നോക്കാം. ഡ്രഗ്സ് ആർ യൂഷ്വലി യൂസ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ഫിസിക്കൽ ഡിസീസ്. നമ്മൾ ഡ്രഗ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ പ്രിവെൻറ്റ് ചെയ്യാൻ. ആൻഡ് മെൻ്റൽ ഡിസ്റ്റർബ്, മാനസിക നില തെറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദ പിൽസ് ടു റിലീവ് ഫ്രം എനി ഇൽനെസ്. ദേ എക്സ്പെക്ട് മിറാക്കിൾ ഫ്രം ഡ്രഗ്സ്. ദീസ് ലീഡ് ടു അബ്യൂസ് ഓഫ് ഡ്രഗ്സ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആൾക്കാരെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. സോ ഇങ്ങനെയാണ് ഡ്രഗ് അബ്യൂസിലേക്ക് എത്തുന്നത്. മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ആർ ഡിഫറെൻറ്റ്. ഹ്യൂമൻ ബോഡി ഡസ് നോട്ട് നീഡ് സെൻഷ്വൽ ഡ്രഗ്സ്. സെൻഷ്വൽ ഡ്രഗ്സ് ആണ് പ്രശ്നം. അതൊരു സെൻസ് ഓഫ് പ്ലഷറിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് കോസ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ്. ഡ്രഗ് അഡിക്റ്റ് എക്സ്പീരിയൻസ് ലോസ് ഓഫ് സെൻസ്, ബോധം പോലും ഉണ്ടാവില്ല അവർക്ക്. ദർ ആർ പേഴ്സണാലിറ്റി ചേഞ്ചസ്. അവരെ മാനസിക നില തെറ്റുന്നു, പേഴ്സണാലിറ്റി മാറുന്നു. ഹീ ഫീൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസ്കംഫേർട്ട്. ഹീ വിൽ ഡിപ്രസ്ഡ്, വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും, അവർ ഒറ്റപ്പെട്ടു പോകും. അവരെ മെൻ്റൽ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവും. ഹി കനോട്ട് റെസ്പോണ്ട് ടു വേൾഡ്. സാധാരണ ജനങ്ങളോട് അവർക്ക് നേരിടാൻ പറ്റില്ല, അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ അവരെ ഫിസിക്കലി ആൻഡ് മെൻ്റലി അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ്. അതുപോലെ പല പ്രശ്നങ്ങളുണ്ട്. ഡേർട്ടി നീഡിൽസ്, ഇഞ്ചെക്ഷൻസ് ഒക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ലിവറിനുള്ള പ്രശ്നങ്ങൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടാവാം. കിഡ്നി, ബ്രെയിന്, ലങ് ഡിസീസസ് അതൊക്കെ ഇതിൽ ബാധിക്കാം. ഡ്രഗ് അഡിക്റ്റുകൾക്ക് ന്യൂമോണിയ, TB, വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്, ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ ഡ്രഗ് അബ്യൂസിൻ്റെ ഇമ്പാക്ട്സും അതെങ്ങനെ തടയാം എന്നുള്ളത് നോക്കി വയ്ക്കുക. ഒന്നാമത്തെ ഇമ്പാക്റ്റ്, ഡ്രഗ് എഫക്ട്സ് അവർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, അവർ വെൽത്ത് എല്ലാത്തിനെയും ബാധിക്കുന്നു. ഡിസ്ട്രോയ് പീസ്, ഹാർമണി, ഡിസ്ട്രോയ് അവർ ഫ്യൂച്ചർ. എങ്ങനെ നമുക്കിത് തടയാം? അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ ടോപ്പിക്സ് നമ്മൾ പഠനത്തിൽ നമ്മളെ കരിക്കുലത്തിൽ ടോപ്പിക്സ് റിലേറ്റ് ചെയ്യുക. ഡ്രഗ്സിൻ്റെ അബ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ അതിനെക്കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യുക. ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരും അത് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ സ്ട്രിക്റ്റ് ലോസ് വരിക. റിഹാബിലേഷൻ പോളിസീസ് കൊണ്ടുവരിക. കൗൺസിലിംഗ് സെൻറ്റേഴ്സ് കൊണ്ടുവരിക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് സാധാരണ ചോദിക്കാനുള്ള ഒരു എസ്സേ ആണ്. ഡ്രഗ് അബ്യൂസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ബേസ് ചെയ്ത് ഒരു എസ്സേ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പീച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർക്ക് ഒരു ലെറ്റർ അയക്കാൻ ചോദിക്കും. ഡ്രഗ് അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രഗിനെ കുറിച്ച് ഒരു എസ്സേ പഠിക്കണം. ഇതിലിപ്പോൾ അധികം പോയിൻറ്റ്സ് ഇല്ല, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ നമ്മളിത് 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ചോദ്യങ്ങൾ, ഉത്തരങ്ങളുടെ വീഡിയോ ആയിട്ട് അടുത്തത് വരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.